വെൽക്കം ടു സ്റ്റോറി റൂം. ഇത് റഷ്യൻ കഥകളുടെ 5ാമത്തെ എപ്പിസോഡാണ്. കഥയുടെ പേര് കോടീശ്വരനായ മാർക്കോ. പണ്ട് ഒരു വലിയ പണക്കാരനുണ്ടായിരുന്നു. കോടീശ്വരനായ മാർക്കോ എന്നാണ് ആളുകൾ അയാളെ വിളിച്ചത്. മാർക്കോവിന് ഒറ്റ മകളേ ഉള്ളൂ. ധനത്തിനാണെങ്കിൽ കണക്കില്ല. വീടിന് ചുറ്റും 20 മൈൽ വീതിയിലും 1 ഇഞ്ച് കനത്തിലും അട്ടിയിടാനുള്ള നാണയങ്ങൾ മാർക്കോയുടെ കൈവശമുണ്ടായിരുന്നു. നിലങ്ങളും പറമ്പുകളും ഫാക്ടറികളുമായിരുന്നു പ്രധാന സ്വത്ത്. ഒരു രാത്രി ഉറങ്ങുമ്പോൾ ആരോ തൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നതായി മാർക്കോവിന് തോന്നി. കോടീശ്വരനായ മാർക്കോ, നിന്റെ അതിഥികളായി ദൈവവും നിക്കോളാസ് പുണ്യവാളനും നാളെ ഇവിടെ വരും. അവരെ സ്വീകരിക്കാൻ നീ ഒരുങ്ങിയിരിക്കുക. പിറ്റേന്ന് കാലത്തുണർന്ന് സ്വപ്നം കണ്ട കാര്യം അയാൾ ഭാര്യയോടും മകളോടും പറഞ്ഞു. എന്നിട്ട് ദൈവത്തെ എതിരേൽക്കാനായി വീടിനു ചുറ്റും 20 മൈൽ വീതിയിൽ പട്ടുവിരിക്കാൻ ഏർപ്പാട് ചെയ്തു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ദൈവവും നിക്കോളാസ് പുണ്യവാളനുമല്ല മാർക്കോയുടെ വീട്ടിൽ ചെന്നത്. 2 പാവം പിടിച്ച പിച്ചക്കാർ. ചളി പുരണ്ടു പ്രാകൃതമായ വേഷം. അവർ ഒട്ടും മടിക്കാതെ അവിടെ ഇട്ടിരുന്ന വിശേഷപ്പെട്ട പരവതാനിയിൽ ചവിട്ടി നടന്നു. എന്നിട്ട് ദൈവത്തെ കാത്തിരിക്കുന്ന മാർക്കോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, കോടീശ്വരനായ മാർക്കോ, നിനക്കു നല്ലത് വരട്ടെ. ഈ രാത്രി ഇവിടെ കഴിയാൻ ഞങ്ങളെ അനുവദിക്കുക. അവരെ നോക്കി പുച്ഛസ്വരത്തിൽ മാർക്കോ പറഞ്ഞു, ഥു, ഞാനാണെങ്കിൽ ദൈവവരവും കാത്തിരിക്കുന്നു. അപ്പോഴാണ് തെണ്ടികളായ നിങ്ങളുടെ വരവ്. പിന്നെ ഒരു കാര്യം, ഇവിടെങ്ങും അഴുക്കാക്കരുത്. ഇവിടെ നിൽക്കാതെ പിന്നാമ്പുറത്ത് പോയി തൊഴുത്തിലെങ്ങാനും കിടന്നുറങ്ങിക്കൊള്ളൂ. ഇത് കേട്ട് ഭിക്ഷക്കാർ ഒന്നും പറയാതെ പുറത്തുപോയി. അവർ ആ രാത്രി പശുത്തൊഴുത്തിൽ കിടന്നുറങ്ങി. ആ തൊഴുത്തിൻ്റെ മൂലയ്ക്ക് ഒരു കാവൽക്കാരി പെൺകുട്ടി കിടന്നിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ ജനലിൻ്റെ അടുക്കൽ ഒരു മനുഷ്യസ്വരം കേട്ടു. ഭിക്ഷക്കാർ അത് ഏറ്റുപറഞ്ഞു. ദൈവം ഇവിടെ വിശ്രമിക്കുന്നുണ്ടോ? ആ ശബ്ദം ചോദിച്ചു. ഉണ്ട്, അവർ മറുപടി പറഞ്ഞു. അപ്പോൾ ആ ശബ്ദം വീണ്ടും ചോദിക്കുന്നു, അടുത്ത ഗ്രാമത്തിൽ ഒരു കുട്ടി പിറന്നിട്ടുണ്ട്. എന്ത് സൗഭാഗ്യമാണ് അതിനു നൽകേണ്ടത്? അപ്പോൾ പിച്ചക്കാർ പറഞ്ഞു, അവന് കോടീശ്വരനായ മാർക്കോയുടെ സൗഭാഗ്യങ്ങൾ ലഭിക്കട്ടെ. അവൻ ഈ സ്വത്തിൻ്റെ എല്ലാം ഉടമയായി മാറട്ടെ. ഇത്രയും പറഞ്ഞിട്ട് പിച്ചക്കാർ രാത്രി തന്നെ സ്ഥലം വിട്ടു. പിറ്റേന്ന് കാലത്ത് കാവൽക്കാരി പെണ്ണ് മാർക്കോവിനോട് ചെന്ന് പറഞ്ഞു, ഇനി ദൈവത്തിൻ്റെ വരവൊന്നും നോക്കിയിരിക്കണ്ട. അദ്ദേഹം കഴിഞ്ഞ രാത്രി തൊഴുത്തിലാണ് ഉറങ്ങിയത്. അതെങ്ങനെ? മാർക്കോ ചോദിച്ചു. ഇവിടെ 2 പിച്ചക്കാർ വന്നിരുന്നല്ലോ. അവരിലൊരാൾ ദൈവവും മറ്റേയാൾ നിക്കോളാസ് പുണ്യവാളനുമായിരുന്നു. അവരിപ്പോൾ എവിടെയാണ്? അവർ പോയി. എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരെ നിനക്ക് എങ്ങനെ മനസ്സിലായി? അർദ്ധരാത്രിക്ക് ആരോ ജനലിൽ വന്ന് ഒരു പ്രാർത്ഥന പറഞ്ഞു. അവർ അത് ഏറ്റു പറഞ്ഞു. എന്നിട്ട് അടുത്തുള്ള ഗ്രാമത്തിലെ സ്ത്രീ പ്രസവിച്ചതും ആ പെൺകുട്ടിക്ക് മാർക്കോയുടെ സമ്പത്ത് നൽകാൻ ദൈവം നിശ്ചയിച്ചതും പെൺകുട്ടി അറിയിച്ചു. ഇത് കേട്ട് കോടീശ്വരനായ മാർക്കോ കുതിരവണ്ടിയിൽ കയറി ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. വേഗം തന്നെ അയാൾ ആ വീട്ടിലെത്തി. പരമദരിദ്രയായ സ്ത്രീ, കുട്ടികൾ വേറെയുമുണ്ട്. മാർക്കോ അവളോട് പറഞ്ഞു, നോക്കൂ, ദരിദ്രയായ നിനക്ക് എങ്ങനെയാണ് ഈ കുട്ടിയെ വളർത്താൻ പറ്റുക? ഇവനെ എനിക്ക് തന്നേക്ക്, ഞാൻ വളർത്തിക്കൊള്ളാം. ആദ്യം അവൾ അതിനു വഴങ്ങിയില്ല. പക്ഷേ മാർക്കോ നിർബന്ധം പിടിച്ചു. അയാൾ അവളെ ഇളക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സ്വത്തിനെ പറ്റി നിനക്ക് എന്തറിയാം? എനിക്കാണെങ്കിൽ കുട്ടികളുമില്ല. ഇവനെ ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊള്ളാം. നിനക്ക് വേറെ മക്കളുണ്ടല്ലോ. എന്തു വില വേണമെങ്കിലും ഞാൻ തരാം. ഒടുവിൽ സ്ത്രീയും ഭർത്താവും കുട്ടിയെ കൊടുക്കാമെന്ന് സമ്മതിച്ചു. മാർക്കോ കുട്ടിയെ വണ്ടിയിൽ വെച്ച് യാത്ര ആരംഭിച്ചു. നല്ല തണുപ്പുകാലം. കാട്ടിലെത്തിയപ്പോൾ അയാൾ വണ്ടിക്കാരനോട് പറഞ്ഞു, നീ ഈ കുട്ടിയെ കൊണ്ടുപോയി മഞ്ഞിലെറിഞ്ഞിട്ട് വാ. അവിടെ കിടന്ന് അവൻ മാർക്കോയുടെ സ്വത്ത് അനുഭവിക്കട്ടെ. വണ്ടിക്കാരൻ അതുപോലെ ചെയ്തു. എന്നാൽ
ക്ഷണം കൊണ്ട് അവിടെ എല്ലാം ചൂട് കാറ്റടിച്ച് മഞ്ഞുരുകിപ്പോയി. കുട്ടി അനങ്ങാതെ അവിടെ കിടന്നു. അത് മരിച്ചിരിക്കുമെന്ന് കരുതി മാർക്കോ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് 2 കച്ചവടക്കാർ ആ വഴി വന്നു. മാർക്കോയിൽ നിന്ന് കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനും ചരക്കെടുക്കാനുമായിരുന്നു അവരുടെ യാത്ര. കാട്ടിനുള്ളിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അവർ അങ്ങോട്ട് ഓടിച്ചെന്നു. ഏതോ തള്ള ഉപേക്ഷിച്ചു പോയ കുഞ്ഞായിരിക്കണം, അവർ വിചാരിച്ചു. ചെന്നു നോക്കിയപ്പോൾ കുട്ടിയുടെ ചുറ്റും പുല്ലു വളർന്നു നിൽക്കുന്നു. ഇടയ്ക്ക് പൂക്കളും, അപ്പുറത്താണെങ്കിൽ മുട്ടറ്റം മഞ്ഞ്. ഇതെന്തൊരത്ഭുതം! ഇവൻ ഒരു അത്ഭുത ശിശു തന്നെ, അവർ വിചാരിച്ചു. കുട്ടിയെ വണ്ടിയിലെടുത്തു കിടത്തിക്കൊണ്ട് അവർ യാത്ര തുടർന്നു. അവരിലൊരുത്തൻ പാവപ്പെട്ടവനും മറ്റേയാൾ ധനികനുമായിരുന്നു. ധനികനാണെങ്കിൽ മക്കളില്ല, പാവപ്പെട്ടവനോ 1 ഡസൻ മക്കളുണ്ട്. ധനികൻ ദരിദ്രനോട് പറഞ്ഞു, കുട്ടിയെ എനിക്ക് തന്നേക്കൂ. ആകട്ടെ, ഇവൻ പക്ഷേ നമുക്ക് 2 പേർക്കും അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു ദരിദ്രൻ്റെ മറുപടി. ശിശുവിനെ മാർക്കോയ്ക്ക് കാട്ടിക്കൊടുക്കരുതെന്ന് അവർ നിശ്ചയിച്ചു. പിന്നെ മാർക്കോയുടെ വീട്ടിലെത്തി. കുട്ടിയെ വണ്ടിയിൽ തന്നെ കിടത്തിയിട്ട് അവർ വീട്ടിനുള്ളിൽ കയറി. തണുപ്പ് കാലമാണല്ലോ, കുട്ടിക്ക് വല്ല കുഴപ്പവും പറ്റിയോ എന്നറിയാൻ അവരിലൊരാൾ കൂടെ കൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. അതിനു കാരണം മാർക്കോ അന്വേഷിച്ചു. ആദ്യമൊക്കെ അവർ തപ്പിക്കളിച്ചെങ്കിലും പിന്നീട് പറഞ്ഞു. കാരണം മാർക്കോ വിട്ടുകൊടുത്തില്ല. അങ്ങനെ അയാളുടെ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ അവർ കാര്യം പറഞ്ഞു. താൻ മഞ്ഞിലെറിഞ്ഞു കളഞ്ഞ കുട്ടിയാണ് അത് എന്ന് മാർക്കോവിന് ബോധ്യമായി. കുട്ടിയെ തനിക്കു വേണമെന്ന് മാർക്കോ ശാഠ്യം പിടിച്ചു. പക്ഷേ കച്ചവടക്കാർ അതിനു വഴങ്ങിയില്ല. എങ്കിൽ അവർക്ക് മേലിൽ വായ്പയൊന്നും കൊടുക്കില്ലെന്നായിരുന്നു മാർക്കോ. കുട്ടിയെ കൊടുത്താൽ അവരുടെ വായ്പ എഴുതിത്തള്ളാമെന്നും വണ്ടി നിറയെ സാമാനങ്ങൾ സംഭാവനയായി കൊടുക്കാമെന്നും കൂടി മാർക്കോ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ കുട്ടിയെ മാർക്കോവിന് കൊടുക്കുകയാണ് നല്ലതെന്ന് കച്ചവടക്കാർ കരുതി. അങ്ങനെ കുട്ടി വീണ്ടും മാർക്കോവിൻ്റെ കസ്റ്റഡിയിലായി. മാർക്കോ അവനെ വേണ്ടവണ്ണം നോക്കി വളർത്തിയെങ്കിലും ഉള്ളിൽ കലശലായ പകയുണ്ടായിരുന്നു. പയ്യനെ എങ്ങനെ വകവരുത്തണമെന്നതായിരുന്നു സദാ മാർക്കോയുടെ ആലോചന. എന്നാൽ കുട്ടി ഇതൊന്നും അറിയാതെ മിടുക്കനായി വളർന്നു. ഏതു പണിയും അവൻ വേഗം മനസ്സിലാക്കും, അത് വെടിപ്പായി ചെയ്തു തീർക്കുകയും ചെയ്യും. ഒരു ദിവസം കോടീശ്വരനായ മാർക്കോ വളർത്തുപുത്രനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മകനെ, എൻ്റെ സ്വത്തിനെല്ലാം അവകാശി നീയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ പോകുന്നു. 3 രാജ്യങ്ങൾ കടന്ന് 10ാമത്തെ രാജ്യത്തെത്തണം. അവിടെ ദൈവവിശ്വാസമില്ലാത്ത വേതാളത്തിനോട് ചോദിക്കണം, എനിക്ക് എത്രമാത്രം സ്വത്തുണ്ടെന്ന്. ഞാൻ വിചാരിച്ചാൽ അത് കണക്കാക്കാൻ സാധ്യമല്ല. വേതാളത്തിൻ്റെ രാജ്യത്ത് ചെന്നവരാരും തിരിച്ചു പോന്നിട്ടില്ലെന്ന് മാർക്കോവിനറിയാം. ചതി മനസ്സിലാക്കാതെ ബാലൻ യാത്രയ്ക്കൊരുങ്ങി. അവൻ നീണ്ട ദൂരം പാദയാത്ര ചെയ്ത് അവസാനം സമുദ്രതീരത്തെത്തി. കടത്തുകൂലി വാങ്ങാതെ യാത്രക്കാരെ കയറ്റിയിറക്കുന്ന ഒരു കടത്തുകാരൻ അവിടെയുണ്ടായിരുന്നു. പയ്യൻ കടത്തുകാരനോട് അപേക്ഷിച്ചു, നല്ലവനായ കടത്തുകാരാ, എന്നെ അക്കരെ കൊണ്ടുപോകൂ. നീ എവിടെ പോകുന്നു? അവിശ്വാസിയായ വേതാളത്തിൻ്റെ അടുത്തേക്ക്. കൊള്ളാം, ഞാൻ അങ്ങനെ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 30 കൊല്ലമായി ഞാൻ ഈ പണി ചെയ്യുന്നു. കൂലിയില്ലാത്ത വേല. എനിക്കിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. ദയവു ചെയ്ത് വേതാളത്തിനോടൊന്ന് ചോദിക്കൂ, എൻ്റെ പകരക്കാരനെ എന്ന് വയ്ക്കുമെന്ന്. തീർച്ചയായും ചോദിക്കാം. അങ്ങനെ കടത്തുകാരൻ ഉറപ്പ് കൊടുത്തിട്ട് ബാലൻ അക്കരയ്ക്ക് കടന്നു. പാതിവക്കത്ത് ആകാശം മുട്ടുന്ന ഒരു സ്തംഭമുണ്ടായിരുന്നു. സ്വർണ്ണത്തുട്ടുകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. പയ്യൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു. അപ്പോൾ തൂൺ ചോദിച്ചു, എങ്ങോട്ടാണ് കുഞ്ഞു പോകുന്നത്? അവിശ്വാസിയായ വേതാളത്തിൻ്റെ അടുത്തേക്ക്. കോടീശ്വരനായ മാർക്കോയുടെ സ്വത്തിൻ്റെ കണക്ക് ചോദിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ തൂൺ പറഞ്ഞു, എന്നാൽ ഒരു സഹായം ചെയ്യണം. എൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് കൂടി ചോദിച്ചു മനസ്സിലാക്കണം. തീർച്ചയായും,
പയ്യൻ വാക്കുകൊടുത്തു. അവൻ നടന്ന് നടന്ന് അവസാനം അവിശ്വാസിയായ വേതാളത്തിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ വേതാളം അവിടെ ഇല്ലായിരുന്നു. ആളുകളെ പിടിച്ചു വിഴുങ്ങാൻ പുറത്തെങ്ങോ പറന്നുപോയിരിക്കുകയാണ്. പക്ഷേ വേതാളത്തിൻ്റെ അമ്മ വീട്ടിലുണ്ട്, ഒരു വയസ്സായ സ്ത്രീ. ബാലൻ ചെന്ന് ആ കിഴവിയെ വന്ദിച്ചു. അവനെ കണ്ടയുടനെ കിളവി പറഞ്ഞു, എന്താണിത്? ഇതിനു മുമ്പ് ഒരിക്കലും ഒരു റഷ്യക്കാരനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴിതാ ഒരുത്തൻ നേരിട്ട് വന്നിരിക്കുന്നു. എന്തിനാ കുഞ്ഞെ നീ ഈ സാഹസിക യാത്രയ്ക്ക് ഇറങ്ങിയത്? അമ്മൂമ്മേ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ആകട്ടെ, എങ്ങോട്ടാണ് നിന്റെ യാത്ര? അവിശ്വാസിയായ വേതാളത്തിൻ്റെ അടുത്തേക്ക്. എന്താണ് നിനക്ക് അറിയേണ്ടത്? കോടീശ്വരനായ മാർക്കോയുടെ സ്വത്തിൻ്റെ കണക്ക്. മാർക്കോ തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. കഷ്ടം കുഞ്ഞെ, വേതാളം നിന്നെ വിഴുങ്ങിക്കളയും. അതിനാണ് കോടീശ്വരനായ മാർക്കോ നിന്നെ ഇങ്ങോട്ട് അയച്ചത്. ബാലൻ കിഴവിയുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. അയ്യോ അമ്മുമ്മേ, എന്നെ വേതാളം വിഴുങ്ങാതെ നോക്കിക്കൊള്ളണേ. എന്നോട് സമ്മതം ചോദിക്കാതെയാണ് ഇങ്ങോട്ട് അയച്ചത്. വൃദ്ധ അവനെ ആശ്വസിപ്പിച്ചു. ആകട്ടെ, നീ പേടിക്കണ്ട. ഇക്കാര്യം ഞാൻ തന്നെ അവനോട് ചോദിച്ചറിയാം. എന്നാൽ അമ്മുമ്മ ഒരു കാര്യം കൂടി ചോദിക്കണം. കടവിലെ കടത്തുകാരൻ കഴിഞ്ഞ 30 കൊല്ലമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു. അവനു പകരം ആരെയാണ് നിയമിക്കാൻ പോകുന്നത്? അതും ഞാൻ ചോദിച്ചേക്കാം. അമ്മുമ്മേ, പിന്നെ ഒരു കാര്യം കൂടി. ആകാശം മുട്ടി നിൽക്കുന്ന സ്വർണ്ണത്തൂൺ ആർക്ക് അവകാശപ്പെട്ടതാണെന്ന് കൂടി അറിയണം. ശരി, അതും ഞാൻ ചോദിക്കാം. പക്ഷേ ഞാൻ നിന്നെ എവിടെയാ ഒളിച്ചു വെക്കേണ്ടത്? ഒടുവിൽ അവനെ കട്ടിലിൻ്റെ കീഴിൽ ഒളിപ്പിച്ചു. കുറെ കഴിഞ്ഞു വേതാളം വന്നു. അവൻ അവിടെയൊക്കെ മണത്തു നോക്കി. ദൂരദിക്കിൽ പറന്നുപോയിട്ടും അവന് തിന്നാനൊന്നും കിട്ടിയില്ല. നല്ല വിശപ്പുണ്ട്. ഇവിടെ ആരെയോ മണക്കുന്നല്ലോ. റഷ്യക്കാരൻ്റെ മണമുണ്ട്. ഇതു കേട്ട് വേതാളത്തിൻ്റെ അമ്മ പറഞ്ഞു, മോനെ, നീ ലോകമൊക്കെ കറങ്ങി വന്നിരിക്കുകയല്ലേ. അതുകൊണ്ട് നിന്റെ മൂക്ക് മുഴുവൻ റഷ്യക്കാരൻ്റെ മണം കാണും. ആകട്ടെ, മോന് കുറച്ച് ചായ എടുത്താലോ? ശരിക്കു ലഹരിയുള്ള മദ്യമാണ് വേതാളം കുടിച്ചിരുന്നത്. അതിൻ്റെ ലഹരിയിൽ അവൻ അപേക്ഷിച്ചു, എനിക്ക് കുറച്ചുകൂടി മദ്യം തന്നാട്ടെ. അമ്മ അവന് ഒരു ഗ്ലാസ് മദ്യം കൂടി കൊടുത്തു. അതുകൂടി അകത്തായപ്പോൾ അവൻ്റെ ലക്ക് കെട്ടു. അതുതന്നെ തക്കമെന്ന് കരുതി തള്ള ചോദിച്ചു, മോനെ, ഞാൻ ചോദിക്കുന്നതിന് നീ ശരിയായ ഉത്തരം പറയാമോ? എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? വേതാളം ചോദിച്ചു. ആ കടലിലെ കടത്തുകാരൻ 30 കൊല്ലമായി പണി ചെയ്യുന്നില്ലേ? ഇനി ആരെയാണ് അവനു പകരം വയ്ക്കാൻ പോകുന്നത്? അമ്മയ്ക്കിതെല്ലാം അറിഞ്ഞിട്ട് എന്തു വേണം? അല്ല, ചുമ്മാ ഒരു രസത്തിന് ചോദിച്ചതാ. കോടീശ്വരനായ മാർക്കോ ആണ് അവന് പകരക്കാരൻ. ശരി, അപ്പോൾ കുഞ്ഞേ, ഈ മാർക്കോവിൻ്റെ സ്വത്തിൻ്റെ കണക്കുകൂടി ഒന്ന് പറഞ്ഞേ. ഇതൊക്കെ അമ്മ എന്തിനാണ് അറിയുന്നത്? ഇല്ല, വെറുതെ ഒരു രസത്തിന്. അത് എനിക്ക് തിട്ടമുള്ള കാര്യമല്ല. സ്വന്തം വീടിൻ്റെ ചുറ്റും 20 മൈൽ വീതിയിൽ 1 ഇഞ്ച് കനത്തിൽ നിരത്താനുള്ള പണം അവൻ്റെ കൈവശമുണ്ട്. മോനെ, ഒരു കാര്യം കൂടി അമ്മയോട് പറയാമോ? ആ പാതവക്കത്ത് ആകാശം മുട്ടി നിൽക്കുന്ന സ്വർണ്ണ തൂണില്ലേ, അതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? തള്ളയുടെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് വേതാളം പറഞ്ഞു, കോടീശ്വരനായ മാർക്കോവിന് ഒരു വളർത്തുപുത്രനുണ്ട്. അവന് അവകാശപ്പെട്ടതാണ് ആ സ്തംഭം. ഇത്രയും പറഞ്ഞിട്ട് വേതാളം എങ്ങോട്ടോ പറന്നുപോയി. ഉടനെ അമ്മ കട്ടിലിൻ്റെ അടിയിൽ നിന്നും ബാലനെ പുറത്തു കൊണ്ടുവന്നു. മോനെ, അവൻ പറഞ്ഞതെല്ലാം നീ കേട്ടില്ലേ? കേട്ടു അമ്മുമ്മേ. എന്നാൽ ഇനി ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. അങ്ങനെ അവൻ മടക്കയാത്ര ആരംഭിച്ചു. വഴിക്ക് വെച്ച് തൂൺ ചോദിച്ചു, കുഞ്ഞേ, നീ എൻ്റെ കാര്യം അന്വേഷിച്ചോ? അതെ, ഞാൻ ചോദിച്ചു. ആ തൂൺ കോടീശ്വരനായ മാർക്കോയുടെ വളർത്തുപുത്രൻ്റെയാണ്.
ഉടനെ തൂൺ പൊട്ടി നിലത്തു വീണു. അവിടെ മലയുടെ പൊക്കത്തിൽ സ്വർണം. എനിക്കിപ്പോൾ സന്തോഷമായി, സ്വർണ്ണക്കൂന പറഞ്ഞു. പയ്യൻ സ്വർണം തൊട്ടു നോക്കിയതല്ലാതെ ഒന്നും കയ്യിലെടുത്തില്ല. അവൻ കടവിലേക്ക് നടന്നുപോയി. കടത്തുകാരൻ ചോദിച്ചു, വേതാളത്തിനോട് എൻ്റെ കാര്യം അന്വേഷിച്ചോ? അന്വേഷിച്ചു. കോടീശ്വരനായ മാർക്കോവാണ് നിനക്കു പകരക്കാരൻ. അങ്ങനെ യാത്ര ചെയ്ത് അവൻ മാർക്കോയുടെ വീട്ടിൽ തിരിച്ചെത്തി. അവനെ കണ്ടപ്പോൾ മാർക്കോ സ്തംഭിച്ചുപോയി. നീ അവിടെ പോയില്ലേ? അയാൾ ചോദിച്ചു. ഉവ്വ്, ഞാൻ പോയല്ലോ. അവിശ്വാസിയായ വേതാളത്തിനോട് എൻ്റെ സ്വത്തിൻ്റെ കണക്ക് ചോദിച്ചോ? ഉവ്വ്, ഞാൻ ചോദിച്ചു. എത്രയാണ്? വീടിനു ചുറ്റും 20 മൈൽ വീതിയിൽ 1 ഇഞ്ചു കനത്തിൽ നിരത്താനുള്ള നാണയങ്ങൾ. അതാണ് നിങ്ങളുടെ സ്വത്തിൻ്റെ കണക്ക്. അത് ശരിയാണ്. പിറ്റേന്ന് അവർ 2 പേരും കൂടി ചരക്കു വാങ്ങാനായി മറ്റൊരു രാജ്യത്തേക്ക് പോയി. മാർക്കോ ചരക്കെടുത്ത് കപ്പലിൽ കയറ്റി. കൂടെ ബാലനെയും അയച്ചു. അവൻ്റെ കയ്യിൽ ഒരു മുദ്ര വെച്ച കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഈ എഴുത്ത് വീട്ടിൽ നിന്റെ വളർത്തമ്മയ്ക്ക് കൊടുക്കണം. പയ്യൻ കത്തു ഭദ്രമായി പൊതിഞ്ഞു പോക്കറ്റിലിട്ടു. കപ്പലിൻ്റെ യാത്ര വോൾഗ നദിയിലൂടെയായിരുന്നു. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കപ്പൽ നിർത്തി. കപ്പൽക്കാർ വിശ്രമിച്ചു. അപ്പോൾ ബാലൻ കടപ്പുറത്ത് വെറുതെ നടക്കാനിറങ്ങി. അങ്ങനെ പോകുമ്പോൾ ഒരു വയസ്സൻ ആട്ടിടയനെ കണ്ടു. ആട്ടിടയൻ അവനെ അടുത്തു വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നിന്റെ പോക്കറ്റിലുള്ളത് എന്നെ ഒന്ന് കാണിക്കാമോ? ഇത് അച്ഛൻ വീട്ടിൽ കൊടുക്കാൻ എഴുതി തന്ന കത്താണ്. സാരമില്ല, ഇങ്ങു തരൂ, ഞാനൊന്ന് വായിക്കട്ടെ. എഴുത്ത് മുദ്ര വെച്ചിരിക്കുകയാണ്. പേടിക്കണ്ട, വായിച്ചിട്ട് അതുപോലെ മുദ്ര വെച്ചു തരാം. ഒടുവിൽ പയ്യൻ എഴുത്തെടുത്ത് ആട്ടിടയൻ്റെ കയ്യിൽ കൊടുത്തു. ആട്ടിടയൻ അത് വലിച്ചു കീറി കളഞ്ഞിട്ട് അതുപോലെ വേറെ ഒരെണ്ണം എഴുതി മുദ്ര വെച്ച് പയ്യനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അവൻ യാത്ര തുടർന്നു. വീട്ടിലെത്തി ചരക്കെല്ലാം ഇറക്കിയിട്ട് വളർത്തമ്മയുടെ അടുത്ത് ചെന്ന് കത്തുകൊടുത്തു. അവർ അത് വായിക്കാൻ തുടങ്ങി. കോടീശ്വരനായ മാർക്കോയുടെ കൈപ്പട. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, മകളെ വേഗം തന്നെ വളർത്തുപുത്രന് വിവാഹം ചെയ്തു കൊടുക്കണം. എൻ്റെ വരവ് കാത്തിരിക്കേണ്ട. ഉടനെ വളർത്തമ്മ മകളെ വിളിച്ച് കത്ത് കാണിച്ചു. അവൾ കത്ത് വായിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അങ്ങനെ എത്രയും വേഗം അവരുടെ വിവാഹം ആഘോഷിക്കപ്പെട്ടു. വിവാഹം കഴിഞ്ഞയുടനെ മാർക്കോ തിരിച്ചെത്തി. വന്നപാടെ അയാൾ ഭാര്യയോട് ചോദിച്ചു, എൻ്റെ വളർത്തുമകൻ എവിടെ? അവൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, അവർ ഉറങ്ങാൻ പോയി. എന്താണ് നീ പറയുന്നത്? അതെ, നിങ്ങൾ എഴുതി അയച്ച പോലെ അവനും നമ്മളുടെ മകളുമായുള്ള വിവാഹം ഇന്ന് ആഘോഷിച്ചു. ഇതു കേട്ട് മാർക്കോ ക്ഷുബ്ധനായി. ഭാര്യ എഴുത്തെടുത്തു ഭർത്താവിനെ കാണിച്ചു. മാർക്കോ ആദ്യം എഴുതിയ കത്തിൽ കാര്യം വേറെയായിരുന്നു. വളർത്തുമകനെ സോപ്പ് ഫാക്ടറിയിൽ അടച്ച് ഗൂഢമായി കൊലപ്പെടുത്താനുള്ള വഴിയായിരുന്നു അതിലെഴുതിയിരുന്നത്. ആട്ടിടയൻ അത് കീറിക്കളഞ്ഞിട്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് കാണിച്ച് വേറെ കത്തെഴുതിയതാണ്. ആട്ടിടയൻ വേഷം മാറി വന്ന നിക്കോളാസ് പുണ്യവാളനായിരുന്നു. ഒടുവിൽ മാർക്കോ വളർത്തുപുത്രനെ വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു, വളർത്തച്ഛ, അങ്ങേക്കുള്ളതിൽ കൂടുതൽ ധനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെ എവിടെ നിന്റെ പണം? ദുരാഗ്രഹിയായ മാർക്കോ ചോദിച്ചു. വരൂ, കാണിച്ചു തരാം. അങ്ങനെ മാർക്കോ വളർത്തുമകൻ്റെ കൂടെ അത്ഭുത ദ്വീപിലേക്ക് പോയി. കടത്തുകാരൻ അവിടെ അക്കരെ കടത്തി. അവിടെ തൂണായി നിന്നിരുന്ന സ്വർണമെല്ലാം വാരി അവർ കപ്പലിൽ കയറ്റി. തിരിച്ചു വരുമ്പോൾ കടത്തുകൂലി വളർത്തുമകൻ തന്നെ കൊടുത്തു. പക്ഷേ കടത്തുകാരൻ്റെ പകരക്കാരനായി മാർക്കോവിന് അവിടെ നിൽക്കേണ്ടി വന്നു. അയാൾ ബാക്കിയുള്ള ആയുസ് മുഴുവൻ കടത്തുകാരനായി കഴിഞ്ഞു. കോടീശ്വരനായ മാർക്കോയുടെ സ്വത്ത് മുഴുവൻ വളർത്തുമകന് കിട്ടി.
അയാൾ വളരെ കാലം സുഖമായി ജീവിച്ചു. എങ്ങനെയുണ്ട് ഈ കഥ? കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.